10 പേർ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് മുസ്ലിം ലീഗിനെ ഇങ്ങനെ ഹാലടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുസ്ലിം ലീഗ് ഈ വളർച്ചയിൽ വല്ലാതെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 1, 2, 3 സീറ്റുകൾ മാത്രം, അതും കോന്തലയും ചെനക്കലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ഒരു പാർട്ടി ഇന്ന് 10 സീറ്റിലേക്ക് ഞങ്ങൾ ഉയർന്നു. ഇത് കേവലം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമല്ല. ലീഗിന് ആളുകൾക്ക് മതിയായിട്ടുണ്ട്, ലീഗിന്റെ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് മതിയായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് പള്ളിക്കൽ പഞ്ചായത്തിലെ ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ലീഗ് ഏകപക്ഷീയമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് മനുഷ്യനും കയറി ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വളരെ പകൽക്കൊള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പള്ളിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറെ കാലം മുമ്പ് ഉയർത്തിയിട്ടുള്ള ഒരു വിഷയമാണ് സാന്ത്വനം ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് പുതിയ കാലത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും കേട്ടുകേൾവി പോലും ഇങ്ങനെ ഒരു ചികിത്സാ പദ്ധതി നടപ്പിലാക്കിയത് നമ്മളെ ശ്രദ്ധയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലുമൊക്കെ പള്ളി കമ്മിറ്റി, പാലിയേറ്റീവ് കമ്മിറ്റികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുണ്ട്. പല ചികിത്സാ പദ്ധതികളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാന്ത്വനം. എത്ര റെസീറ്റ് അടിച്ചു? വല്ല കണക്കുണ്ടോ? ഞങ്ങളൊരു വിവരാവകാശ രേഖ പ്രകാരം ഞങ്ങൾ സെക്രട്ടറിക്ക് കൊടുത്തു. ഇതെന്താണ്, ഇതിൽ വല്ല പഞ്ചായത്തിന് വല്ല റോളുണ്ടോ? ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഈ പണം നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ഉത്തരവും ഇല്ല. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ എടുത്തിട്ടുള്ള വിവരങ്ങളിൽ ഈ സാന്ത്വനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിരിച്ച പണം എവിടെയാണെന്ന് പോലും അറിയില്ല. ആരുടെ കയ്യിൽ? നിങ്ങൾ മറുപടി പറയണം മുസ്ലിം ലീഗുകാർ. ഇവിടെയാണ് എത്ര പേർക്ക് നിങ്ങൾക്ക് ഈ സഹായം കൊടുത്തു? സാന്ത്വനം എന്നൊക്കെ പറഞ്ഞ് ഒരു ചികിത്സാ സഹായമൊക്കെ ആവുമ്പോൾ അതിനൊരു വൈകാരിക വശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ അതിന്റെ മേലെ ചൊറിഞ്ഞു കയറി കഴിഞ്ഞാൽ നാട്ടുകാരെതിരാവും എന്ന ആശങ്കയൊക്കെ ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു തീവ്രമായ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ പണം പിരിച്ചുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ആ പണം എവിടെ, എത്ര പേർക്ക് കൊടുത്തു, എന്ത് ബലമാണ് നിങ്ങൾ ഈ പിരിച്ച പൈസക്ക്? അതല്ലെങ്കിൽ എന്ത് ഇതാണുള്ളത്? കൃത്യമായി എവിടെ അക്കൗണ്ട് ചെയ്തു, എവിടെയാണ് ഇത് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണല്ലോ. ഒരു പൊതു സംവിധാനത്തിൽ പിരിച്ച പൈസയാകുമ്പോൾ വേണമല്ലോ, അത് ആരുടെ പൈസ ആവട്ടെ, ഒരു ഓഡിറ്റിംഗ് വേണമല്ലോ. ആര് ഓഡിറ്റ് ചെയ്തു, എത്ര പൈസയുണ്ട്, എത്ര ആൾക്ക് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണ്ടേ? ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു മൂത്രപ്പുര പള്ളിക്കൽ അങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലൊരു പഞ്ചായത്ത് ഉണ്ട്? ഒരു അങ്ങാടിയിൽ ഒരു ബസ് സ്റ്റോപ്പില്ല. ബസ് സ്റ്റോപ്പിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിപ്പോ അങ്ങോട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഉടമസ്ഥൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണല്ലോ. രാമനാട്ടുകരയിൽ ഇതുപോലെ ഈ രാമനാട്ടുകര മാതൃകയിൽ, ആ മാതൃകയിലാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നത്. രാമനാട്ടുകര മാതൃക, ആ ബസ് സ്റ്റോപ്പ് ഇവിടെ വളരെ ഗംഭീരമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റോപ്പായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. എത്ര ബസ് കയറുന്ന ഒരു ദിവസം? അവിടെ ഗ്രാമപഞ്ചായത്തിന് ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി 2 കൊടിയെടുത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഒരു ബോർഡ് പോലും അവിടെ സ്ഥാപിക്കാത്തത്? പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെ ഒരു സംഗതി ഞങ്ങൾ അതിന്റെ ബൈലോ പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കരാറില്ല. അതിന്റെ ഉടമസ്ഥനുമായി പഞ്ചായത്ത് ഇതുവരെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ കയ്യിലുള്ള രേഖ. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? ഇത്രയും കാലം 19 കൊല്ലമായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് നിങ്ങൾ അവകാശവാദമായി ഉന്നയിക്കുന്ന കുറച്ച് സാധനങ്ങളിൽ ഒന്നാണ് ഈ ബസ് സ്റ്റോപ്പ്. ഒരു മൂത്രപ്പുര ഇവിടെ ഇല്ല. ഉണ്ടായിരുന്ന ഒരു മത്സ്യ മാർക്കറ്റ് അത് പൊളിച്ചു നീക്കി. എന്തിനു വേണ്ടിയിട്ടാ? പൊതുനിരത്ത് കൈയേറുമ്പോ അത് പൊളിച്ചു മാറ്റണം, അതിൽ തർക്കമൊന്നുമില്ല. ഡിവൈഎഫ്ഐ ആ നിലപാട് തന്നെയാണ്. ഏതെങ്കിലും ഒരു മിച്ചഭൂമി ആർക്കെങ്കിലും കൈവശപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട നിലപാടിന് എതിരാണ് ഡിവൈഎഫ്ഐ. യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇതെന്തിനാണ് ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിളിച്ചത്? എന്ത് വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മുട്ടിലെഴയാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ കമന്ന് കിടന്നുകൊണ്ട് ചെരുപ്പ് നോക്കി കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കുക പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങൾ ആലോചിച്ചു, മുട്ടിലെഴയാനേ പറഞ്ഞുള്ളൂ, അപ്പോഴേക്ക് ചെരുപ്പ് നക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, വലിയ അഭിമാനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ. എന്താണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്? നമുക്ക് ഇതിൽ എന്ത് അഭിമാനിക്കാനുണ്ട്? വ്യക്തിപരമായിട്ടല്ല ആ നേട്ടം, അത് ഈ സമൂഹത്തിന്റെ, ഈ നാടിന്റെ നേട്ടമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റിനെ സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ലീഗാണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ഞങ്ങളും ആ അഭിമാനത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ എവിടെയും ഞങ്ങൾക്ക് പള്ളിക്കൽ പഞ്ചായത്തിന് അങ്ങനെയെങ്കിലും ഒരു അഡ്രസ് നിങ്ങൾ ഉണ്ടാക്കി തന്നല്ലോ, ആ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു മത്സ്യ മാർക്കറ്റ് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് എന്ത് ട്രോഫിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും കാലം? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശം
ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന ഫൈസലിന്റെ ചോദ്യം, അതുപോലെ തന്നെ റിയേഷിന്റെ ചോദ്യം, ഇതാണ് ആ വിവരാവകാശ രേഖ. ഇതിന്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബോർഡ് മീറ്റിംഗിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമുണ്ടോ? ചോദ്യം അതാണ്. ചോദ്യം ഫൈസലിന്റെ ചോദ്യത്തിലാണ് നേതാവ് മത്സ്യ മാർക്കറ്റ് പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കണം. ഉത്തരം ഇതാണ്. ഉത്തരം ചോദ്യം നമ്പർ 1 നേരെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഒപ്പുവെച്ചുകൊണ്ടുള്ള വിവരാവകാശ രേഖ പ്രകാരം ഇല്ല. രണ്ടാമത്തെ ഉത്തരം ബാധകമല്ല. അതിനർത്ഥം അങ്ങനെ ഒരു തീരുമാനമില്ല. അപ്പൊ പിന്നെ ഫോട്ടോ കോപ്പി കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ചോദ്യം, പള്ളിക്കൽ ബസാറിലെ മത്സ്യ മാർക്കറ്റ് പൊളിച്ചു മാറ്റുന്നത് JCB ഉപയോഗിക്കുന്നതിന് വല്ല കൊട്ടേഷനും ക്ഷണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും JCB ഉടമയെ പ്രസ്തുത പ്രവൃത്തിക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിന് നേരെ ഇല്ല എന്ന് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയ്ക്ക് പ്രസ്തുത നടപടിക്ക് നേതൃത്വം കൊടുക്കുന്നതിന് സെക്രട്ടറി നേരിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയോ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ബോർഡ് അധികാരം ഒരു തീരുമാനം എടുത്തി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, സെക്രട്ടറിയാണ് ഇത് നടപ്പിലാക്കേണ്ടത്. അതിന് നേരെ അദ്ദേഹം ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളത് ഇതാണ്, ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഈ 3 ചോദ്യത്തിന്റെ ഉത്തരമായി ഈ വിവരാവകാശ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം. അതിനു പുറമെ സഖാവ് റിയേഷ് കൊടുത്തിട്ടുള്ള ചോദ്യത്തിൽ പള്ളിക്കൽ ബസാറിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന വല്ല രേഖകളും പഞ്ചായത്തിന്റെ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കണം. അങ്ങനെ അതില്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് വില്ലേജ് ഓഫീസിലേക്ക്, അല്ലെ അങ്ങനെയല്ലേ അദ്ദേഹം അത്, അല്ലെ ഫൈസലയുടെ അങ്ങനെ തന്നെയാണ്, വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോട് കൂടിയിട്ടുള്ള അതിന്റെ കോപ്പി അദ്ദേഹം ഇതിനോട് വെച്ചിട്ടുണ്ട്. അതിന് മേലെ പഞ്ചായത്ത് സെക്രട്ടറി സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും ഒരു നാടിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം എന്ന നിലയിൽ അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ? ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് വിഷയം. ഒരു മതപരമായിട്ടുള്ള വിഷയത്തിനകത്ത് ഇടപെടേണ്ട കാര്യം ഡിവൈഎഫ്ഐക്കില്ല. അതിൽ ഞങ്ങൾ അങ്ങനെ ഇടപെടാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഒരു വിശ്വാസികളുടെ ബന്ധം. പക്ഷേ ഒരു നാട്ടിലൊരു പൊതുവായിട്ടൊരു വിഷയമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഞാനൊരു മതവിശ്വാസത്തിന്റെയും ആളായിട്ടല്ല. പക്ഷേ എന്റെ സഹോദരർ അവരൊരു വിശ്വാസത്തിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന സമയത്ത് അതിൽ ഇടപെടേണ്ട ബാധ്യത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുണ്ട്. ഞങ്ങൾ അതിനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും ഡിവൈഎഫ്ഐ കടന്നു പോകുന്നില്ല. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പള്ളിയുടെ ഒരു വിഷയം ഉണ്ടായി, പള്ളിയുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായി. അതിനെ എല്ലാ രീതിയിലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ പള്ളി പ്രശ്നത്തിൽ എതിരായി നിൽക്കുന്ന CPIM-നോട് ഡിവൈഎഫ്ഐയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും അങ്ങനെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആയുധങ്ങളെടുത്ത് ആക്രമിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ ഉണ്ടാവും. യാതൊരു തർക്കമില്ല. നിങ്ങൾ എന്താ കരുതിയത്? ഇവിടെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റിലുള്ള ചില ആളുകളെ, യൂണിറ്റ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ തലതല്ലി പൊളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതൊക്കെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന്റെ പേരിലാണ് എന്നാണ് ഞങ്ങൾ ആദ്യം ധരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബഹുമാനനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചില ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. ഒരു വിഷയമുണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം CPIM-നെയും ഡിവൈഎഫ്ഐനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവൻ അങ്ങനെ നിലംപരിശാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നാട്ടിൽ ഉണ്ടാതാക്കി കളയാമെന്ന ധാരണയിലാണെങ്കിൽ അങ്ങനെ വേണ്ട. അതിനെ തീർക്കാൻ ഞങ്ങൾ എല്ലാ കാലത്തുണ്ടാവും, യാതൊരു തർക്കവുമില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും ആരാധനാലയം എന്ന് പറയുന്നത് ഒരു പവിത്രമായിട്ടൊരു കേന്ദ്രമാണ്. അവിടെയൊക്കെ ഇങ്ങനെ രാഷ്ട്രീയം കടത്തി വിട്ടുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയത്തിന്റെ പേരിൽ, അതിന്റെ മറവിൽ അതിനെ വീണ്ടും ഈ CPIM-നെയും ഡിവൈഎഫ്ഐയും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനെ പ്രതിരോധിക്കുക, അതിൽ യാതൊരു തർക്കമില്ല. അതിനിപ്പോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഏതാളുകൾ വന്നാലും ഈ പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ഈ പള്ളിക്കൽ പഞ്ചായത്തിൽ ഇല്ലാതാക്കാം എന്നുള്ള വ്യാമോഹത്തിലാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അത് നന്നായി മനസ്സിലാക്കി വിലയിരുത്തി വായിച്ചാൽ മനസ്സിരുത്തി വായിക്കുന്ന ഒന്നായിരിക്കും. മുസ്ലിം ലീഗിന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ പോരാ, എതിരാളികളുടെ ചരിത്രം കൂടി പഠിക്കണം. അപ്പോഴേ കൃത്യമായി ഇതിന് മെനക്കെട്ട് ഇറങ്ങണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നിരവധിയായിട്ടുള്ള അധികാരികൾ, ഭരണാധികാരികൾ, നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ എല്ലാ കാലത്തും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടും ഈ പ്രസ്ഥാനം ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിലേക്ക് അതിന്റെ വേരുകളെ ഇറക്കിക്കൊണ്ട് ഇങ്ങനെ സമാനതകളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനത്തെ കുഴിച്ചുമൂടുന്നതിനുള്ള
ശ്രമങ്ങൾ ഇന്ന് ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിനായിട്ടുണ്ട്. അതുകൊണ്ടാണ് 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF-ഉം LDF-ഉം തമ്മിൽ 11 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം എന്നാണ് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ മുസ്ലിം ലീഗ് ഒരു ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നല്ലോ മലപ്പുറം ജില്ലയിൽ, അല്ലേ? ഇപ്പൊ എന്താ സ്ഥിതി? മലപ്പുറം ജില്ലയിലെ വോട്ടിംഗ് ഡിഫറൻസ് എത്ര? പരമാവധി ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് 30% വോട്ടാണ്. പക്ഷെ ഈ 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾ ആ നോക്ക്, 43% വോട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ മലപ്പുറം ജില്ലയിൽ കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിങ്ങനെ ഇനിയും ഗ്രാജുവലായി ഇങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഈ കോട്ടകൊത്തളങ്ങളെ, മുസ്ലിം ലീഗിന്റെ കോട്ടകൊത്തളങ്ങളെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന ഭാവി അനധിവിദൂരമല്ല എന്നാണ് മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത്രയും കാലം ഈ സമുദായത്തിനെയും പറ്റിച്ച്, ഈ പാവപ്പെട്ട മതവിശ്വാസികളെയും പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ കോട്ടകൊത്തളങ്ങളെ മുഴുവൻ അവർ തന്നെ എറിഞ്ഞുടക്കുകയാണ്. അതാണ് മലപ്പുറം ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള നേതാക്കന്മാരും അതിന്റെ പാർട്ടിയുമായി മുസ്ലിം ലീഗ് മാറി എന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 10-60 വർഷമായി ഈ നാടിനെ ഇങ്ങനെ നയിച്ച് കുട്ടിച്ചോറാക്കി അല്ലാതെ അതിനപ്പുറത്തേക്ക് വേണ്ട രീതിയിൽ കാര്യപ്പെട്ട ഒരു നേട്ടം ഈ നാടിന് സംഭാവന ചെയ്യാൻ മുസ്ലിം ലീഗിനായിട്ടില്ല. അത് ഈ നാട്ടിലെ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വലിയ മുന്നേറ്റം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ വൈകിയ വേളയിൽ എന്റെ സംസാരം ദീർഘിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഖാവ് ജംഷീദ് അലി, മലപ്പുറം ജില്ലയുടെ ഉജ്ജ്വലനായിട്ടുള്ള പ്രാസംഗികൻ, പ്രഭാഷകൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ഈ നാടിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും എല്ലാം ഒരുപോലെയുള്ള ഉത്തരവാദിത്തമാണ്. ഈ പ്രകൃതിയെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, ഈ കാണുന്ന സമൂഹത്തിന്റെ നന്മകളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്കും നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ തലമുറ നമുക്ക് ഇതെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ തലമുറയ്ക്കും ഇതെല്ലാം ആസ്വദിക്കാൻ ഇത് കൈമാറേണ്ട ബാധ്യത നിങ്ങളുടെയും മുമ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. തീർച്ചയായും എന്റെയും നിങ്ങളുടെയും കാലഘട്ടത്തോടു കൂടി തീരേണ്ടതല്ല ഈ പ്രകൃതിയും ഈ സ്വാതന്ത്ര്യവും ഈ മതനിരപേക്ഷതയുടെ സകല സൗന്ദര്യത്തോടു കൂടിയുള്ള ഈ നാടും എല്ലാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. തീർച്ചയായും ഡിവൈഎഫ്ഐ പുതിയ കാലത്ത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, ഈ നാടിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മഹാനായ കവി ONV അദ്ദേഹം ഒരു കവിതയിൽ പാടിയത് ഇങ്ങനെയാണ്: ഇന്നിനി നമ്മളിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം, ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങിയിടുക എന്നാണ്. എത്ര മനോഹരമായ വരികളാണ്. ലോക പ്രശസ്തനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള മലയാളത്തിന്റെ കവിയാണ്. ഇന്നിനി നമ്മളിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം, ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങിയിടുക എന്നുള്ളതാണ്. ഈ സമൂഹം രണ്ടുപേർക്കും ഒരുപോലെ ഉറങ്ങാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല പുതുതായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ കിടന്നുറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കാം, നിന്റെ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാം എന്നാണ് അദ്ദേഹം ആ കവിതയിൽ പറയുന്നത്. തീർച്ചയായും ഈ കവിതയിലെ ഈ 4 വരി കവിത ഡിവൈഎഫ്ഐ അതിന്റെ മുദ്രാവാക്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. പുതിയ കാലത്ത് പാതകങ്ങൾ തീമഴയായി പെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉറങ്ങാൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത്. ഒരു വലിയ ഫാസിസ്റ്റ് ശക്തികൾ അഴിഞ്ഞാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നമ്മുടെ നാടിന്റെ സമാധാനത്തോടു കൂടിയുള്ള ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ ഈ നാടിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ട് ഞങ്ങളോട് എല്ലാ തരത്തിലുമുള്ള ഐക്യദാർഢ്യവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ സന്ദർഭത്തിൽ കൂടുതൽ സംസാരിക്കാതെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്